ഞാൻ സ്ഥാനാർത്ഥി പവേർഡ് ബൈ എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജുവലേഴ്സ്. ഇന്ത്യയെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മാവേലിക്കരയിൽ സ്ഥാനാർത്ഥിയായതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബൈജു കലാശാല. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ എത്തിക്കാൻ പരിശ്രമിക്കുമെന്ന ഉറപ്പാണ് വോട്ടർമാർക്ക് ഇദ്ദേഹം നൽകുന്നത്. ഒപ്പം ശബരിമല തീർത്ഥാടകർക്ക് ചെങ്ങന്നൂർ അടക്കമുള്ള ഭാഗങ്ങളിൽ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ടെന്നും സ്ഥാനാർത്ഥി പറയുന്നു. മാവേലിക്കര മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഞാൻ സ്ഥാനാർത്ഥി എന്ന സെഗ്മെന്റിൽ അദ്ദേഹത്തോട് തന്നെ ഈ മണ്ഡലത്തിലെ പ്രശ്നങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ NDAയുടെ വളരെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ പറയാനുള്ളത്? നമ്മൾ ജനങ്ങൾക്ക് ഒരബദ്ധ വാഗ്ദാനവും കൊടുക്കാൻ ഞാനില്ല. പക്ഷേ ഈ രാജ്യം ഭരിക്കുന്ന NDA ഗവൺമെൻറ്, മോദിജി നയിക്കുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളും ആ ഗവൺമെൻറ് നന്മയുടെയും ഫലം അനുഭവിക്കുവാൻ ഈ നാടിന് അവസരം ഉണ്ടാകണം. അപ്പം അതുകൊണ്ട് വാഗ്ദാനം എൻ്റെ അല്ല, വാഗ്ദാനവും ഗ്യാരണ്ടിയൊക്കെ മോദിജിയുടെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗുണഭോക്താക്കളായി ഈ നാട് മാറാൻ എനിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ ഒരു NDA ഗവൺമെൻറ്റിൻ്റെ മോദിജിയുടെ ഒരു പ്രതിനിധി എന്ന രൂപത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ നേരിടുന്നത്. കുട്ടനാടടക്കമുള്ള വരുന്ന ഒരു പ്രദേശമാണ് മാവേലിക്കര നിയോജകമണ്ഡലം. കുട്ടനാട്ടിലെ കർഷകരുടെ അടക്കം വലിയ പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതിനെ ഏത് തരത്തിൽ അഡ്രസ്സ് ചെയ്യാനാണ്, ജനങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു ഉറപ്പ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ അതിനകത്ത് പറയാനുള്ളൊരു കാര്യം, ഇതൊക്കെ കേന്ദ്രം കൊടുക്കുന്ന സഹായങ്ങൾ പോലും, കർഷകർക്ക് നൽകുന്ന സഹായങ്ങൾ പോലും അവരുടെ കൈകളിൽ എത്തുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ആത്മഹത്യ ചെയ്ത ശ്രീ പ്രസാദിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഈ കാർഷിക മേഖല മാത്രമല്ലല്ലോ, എല്ലാം തകർന്നു. ഇപ്പം പലരും, എൻ്റെ അച്ഛനൊക്കെ, ഞാൻ ഇടയ്ക്ക് രാവിലെ എഴുന്നേറ്റിട്ട് പറയും, മോനെ ഞാൻ ബാങ്കിൽ പോട്ടെ, മോദിജിയുടെ പണം വന്നോ എന്ന് തിരക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അർഹതയുള്ളവർക്ക് അവർക്കുള്ള സഹായം അവരുടെ കയ്യിൽ നേരിട്ടെത്തണം. അതുകൊണ്ട് കർഷക ആത്മഹത്യകൾ ഇല്ലാതാകാൻ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ സമഗ്രമായി പഠിച്ച്, കുട്ടനാട് പാക്കേജൊക്കെ അട്ടിമറിക്കപ്പെട്ടതൊക്കെ നമുക്കറിയാം, അതിൻ്റെ പിന്നിൽ ആരായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. ഇപ്പം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെ സമഗ്രമായി സൂക്ഷ്മമായി പഠിച്ച് ഭാവനാപൂർണമായ പദ്ധതികൾ സൃഷ്ടിച്ച് കർഷകന് നേരിട്ട് സഹായിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറണം. അതിനുള്ള പരിശ്രമം നടത്തും എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ശബരിമല തീർത്ഥാടകരുടെ ഒരു ബേസ് ക്യാമ്പ് എന്ന നിലയിൽ ചെങ്ങന്നൂർ അടക്കമുള്ള പ്രദേശത്തിൻ്റെ, ചെങ്ങന്നൂർ റെയിൽവേയുടെ അടക്കമുള്ള വികസന കാര്യങ്ങളിൽ എന്ത് തരത്തിലുള്ള ഇടപെടലുകളാണ് ഇനി ഉണ്ടാകേണ്ടത്? അത് തീർച്ചയായും ഒരു പ്രതിനിധിയായി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള ഇടപെടലുകളായിരിക്കും നടത്തുക? ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് അവിടെ വന്നിട്ടുള്ളത്. അതെല്ലാം എൻ്റെ ഗവൺമെൻറ്റിൻ്റെ നേട്ടമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളുടെ ഭാഗമാണ്. അത് പരമാവധി വേഗത്തിലാക്കുവാനും വീണ്ടും ആ പദ്ധതികൾക്ക് എന്തെങ്കിലും ന്യൂനത കൊണ്ട് പരിഹരിക്കുവാനും അത് ഏറ്റവും വേഗത്തിൽ സാധാരണക്കാർക്ക്, യാത്രക്കാർക്ക് അനുഭവവേദ്യമാക്കുവാനുള്ള പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന കാര്യത്തിലൊരു സംശയമില്ല. 3 ജില്ലകളിലായിട്ട് വിഭജിച്ച് കിടക്കുന്ന ഒരു
നിയോജകമണ്ഡലമാണ് മാവേലിക്കര. ഈ എല്ലാ പ്രദേശത്തേക്കും ഓടിയെത്തുകയും അവിടുത്തെ ആളുകളോട് സംവദിക്കുകയും നേരിട്ടൊരു പൊതുപ്രവർത്തന രംഗത്ത് നിന്ന ആളുമാണ് താങ്കൾ. തുടർച്ചയായ ഒരു MP ഇവിടെ ഇരിക്കുന്നു, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുന്നു. എത്തരത്തിലുള്ളൊരു വികസന മുരടിപ്പാണ് ഈ മാവേലിക്കരയിൽ ഉണ്ടായതെന്നാണ് വിലയിരുത്തുന്നത്? അദ്ദേഹം നടപ്പിലാക്കിയ വികസന പ്രവർത്തനത്തെക്കുറിച്ച് ജനങ്ങളോട് ഇപ്പോൾ പറയാൻ അദ്ദേഹം തയ്യാറാകണമല്ലോ. അത് ജനം ചോദിക്കും. അത് അദ്ദേഹം മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് ഒന്നും പറയുന്നില്ല. ജനം ഇതൊക്കെ തിരിച്ചറിയും. നിങ്ങൾ നോക്കൂ, നമ്മുടെ ചുറ്റുവട്ടമുള്ള പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ എന്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായി ജനമാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ടാണല്ലോ ജനത്തെ നേരിടാൻ ഭയമാണ് ഇവർക്ക്, ഒരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ NDAയുടെ മുന്നണി വൻ നേട്ടം കൊയ്യും, വിജയിക്കും എന്ന് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയുള്ള ജനവികാരം ശക്തമാണ്. അഴിമതി അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്, പെൻഷൻ കിട്ടാത്തത്, ശമ്പളം കൊടുക്കാത്തത്, KSRTCക്കാരുടെ പ്രശ്നങ്ങൾ, കർഷകരുടെ പ്രശ്നങ്ങൾ, നീറുന്ന നൂറ് പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഈ മണ്ഡലത്തെക്കുറിച്ച് ചോദിച്ചു, വ്യത്യസ്തമാണ്. കൊല്ലത്ത് കശുവണ്ടി മേഖലയാണെങ്കിൽ കുട്ടനാട് പോലെയുള്ള കാർഷിക മേഖല, റബ്ബർ കർഷകരെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഒരു എല്ലാ തലത്തിലുമുള്ള ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഈ മണ്ഡലം. അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോട് സംവദിക്കുവാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നിലവിലുള്ള ജനപ്രതിനിധി എന്താണ് ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് ജനത്തിനോട് മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ തെരഞ്ഞെടുപ്പിലും BJP വരുന്നു, വലിയ അപകടമാണ്. രാജ്യം മുഴുവൻ BJP വന്നു. ഇതൊരു കുഞ്ഞ സംസ്ഥാനമാണ് കേരളം. BJP വന്നാൽ വലിയ അപകടമാണെന്ന് പറഞ്ഞ് മതന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളെയും പട്ടികജാതിക്കാരെയൊക്കെ ഭയപ്പെടുത്തി ഇങ്ങനെ തടഞ്ഞു നിർത്തുന്ന ആ പണി ഈ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ അവസാനിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് NDAയുടെ സ്ഥാനാർത്ഥിയുള്ളത്. A ഗ്രേഡ് മണ്ഡലമായി തന്നെ കരുതുന്ന മാവേലിക്കരയിൽ ഒരു വിജയത്തിൽ കുറഞ്ഞതൊന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുമില്ല. അത്തരത്തിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിക്കാണ് അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുന്നതും. ക്യാമറാമാൻ ആദർശിനൊപ്പം AV രാജേഷ്, അമൃത ന്യൂസ്.